നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 16-ാം തീയതി 1201 ആണ്ട് കന്നിമാസം 30-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ആയില്യം നക്ഷത്രമാണ്. വ്യാഴാഴ്ച നല്ല ദിവസമാണ്. പക്ഷേ ആയില്യം നക്ഷത്രം ശുഭ നക്ഷത്രമല്ല, ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല, നക്ഷത്രമല്ല ആയില്യം. അങ്ങനെ വരുമ്പോൾ എന്തെയാണ്, ഒരു 50-50 ഫലത്തെ കൊള്ളാവൂ. ദിവസം കൊള്ളാം, നക്ഷത്രം കൊള്ളൂല. അപ്പോൾ നമുക്കത്ര ശുഭപ്രദമായ ദിവസമല്ല. ശുഭ ദിവസം എന്ന് വേണമെങ്കിൽ അതിനെ എടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ എടുക്കാം, നിർബന്ധമാണെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞാൽ മധ്യമമായിട്ട് എടുക്കാവുന്ന ദിവസങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ആകിലും നമ്മൾ ഓരോ കാര്യങ്ങൾ മധ്യമമായിട്ടായതുകൊണ്ട് അത്ര കണ്ട് ശുഭപ്രദമായ കാര്യങ്ങൾ കലാശിക്കൂല. പലതരത്തിൽ തടസ്സങ്ങളുണ്ടാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചായിരിക്കണം ഓരോ കാര്യങ്ങളിൽ ഇന്നത്തെ ദിവസം ഇടപെടാൻ. കന്നിമാസത്തിലെ ആയില്യം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വ്യാഴാഴ്ചയാണ് കിട്ടിയിരിക്കുന്നത്. വ്യാഴം എന്ന് പറയുമ്പോൾ നല്ലൊരു ദിവസം കിട്ടിയിരിക്കുകയാണ്. വ്യാഴം ഗുരുവിൻ്റെ ദിവസമാണ്. ലക്ഷം ദോഷം ഗുരുഹന്തി. ഇപ്പോൾ ഗുരുവിനെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോയാൽ ലക്ഷം ദോഷം ഉണ്ടെങ്കിലും മാറ്റിത്തരും. ഐശ്വര്യത്തെ പ്രദാനം ചെയ്തു തരും, ഉന്നതിയെ പ്രദാനം ചെയ്തു തരും, സാമ്പത്തിക നേട്ടത്തെ കൊടുക്കും, ജോലിയിൽ പുരോഗതി ഉണ്ടാവും. അപ്പോൾ നമുക്ക് പൈസപരമായി വളരെ നേട്ടത്തെ കൊടുക്കുന്ന ഒരു വർഷമായിരിക്കും. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ ധൈര്യമായിട്ട് ഇടപെടുക. കിട്ടാനുള്ള പൈസ കിട്ടാനായാലും സഹായകരമായി തീരും. അപ്പോൾ അതിനു വേണ്ടി എന്ത് ശുഭകാര്യങ്ങൾക്കും ഇറങ്ങുക. അതിന് ഒപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ നമുക്ക് ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന അവസ്ഥാവിശേഷമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകണം. രാവുകാല സമയം ഉച്ചയ്ക്ക് വ്യാഴാഴ്ച 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 1:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യില്ല. 1:40 10 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 1:40 ആരംഭിക്കും, 3 മണിക്ക് തീരില്ല. 3 മണി 10 മിനിറ്റിനെ അവസാനിക്കുകയുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നോക്കി യാത്ര തിരിക്കണം. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇപ്പോൾ ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം ദിവസം ഗുളിക നിൽക്കുന്നത് 9:13 തൊട്ട് 10:42 വരെ. അതുപോലെ യമകണ്ഠകാല സമയം വരുന്നതും 6:16 തൊട്ട് 7:45 വരെയും. അപ്പോൾ ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നും നമുക്ക് സമയം കൊള്ളൂല എങ്കിലും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:46 തൊട്ട് ആരംഭിക്കും, 48 മിനിറ്റ് നേരം, 12:34 വരെ. ഈ സമയം നമുക്ക് എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ ഒരു 4 മിനിറ്റ് ഇടയ്ക്കുള്ള പോയിട്ട് ബാക്കി സമയം 44 മിനിറ്റും നമുക്ക് ഉപയോഗമുള്ളതാണ്. ഒരു പ്രത്യേക പോസിറ്റീവ് കവചം ഉള്ളതുകൊണ്ട് ആ സമയത്ത് ചെയ്യുന്നത് പോസിറ്റീവായിട്ട് തീരും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. മഞ്ഞ വസ്ത്രമോ മഞ്ഞ മിക്സ് ആയിട്ടുള്ള വസ്ത്രത്തിൽ ആ കളറും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും പരമഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.